അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകനായ മുസ്അബ് ബിൻ സഅദ് പറയുകയാണ്, എൻ്റെ പിതാവായ സഅദ് റളിയല്ലാഹു അൻഹുവിന് ഒരു ധാരണയുണ്ടായി. റഅ സഅദുൻ അന്ന ലഹു ഫളൻ അലാ മൻ ദൂനഹു. മറ്റുള്ളവരെ അപേക്ഷിച്ച് തനിക്ക് ചില പ്രത്യേകതകളും മഹത്വവുമൊക്കെ ഉണ്ട് എന്ന് എൻ്റെ പിതാവിന് തോന്നി. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഹൽ തുൻസറൂന വതുർസഖൂന ഇല്ലാ ബിദുഅഫായിക്കും. ഇമാം ബുഖാരി റഹിമഹുല്ല ഉദ്ധരിക്കുന്ന ഹദീസാണിത്. നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം ലഭിക്കുന്നതും ലൗകികമായ വിഭവങ്ങൾ ലഭിക്കുന്നതും എല്ലാം നിങ്ങളിലെ സാധുക്കളുടെ പേരിലാണ് എന്ന് മനസ്സിലാക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. സഅദ് റളിയല്ലാഹു അൻഹു ഒരു സാധാരണ സഹാബിയല്ല. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത റസൂൽ അറിയിച്ചിട്ടുള്ള 10 സഹാബാക്കളിൽ ഒരാളാണ്. പ്രാരംഭകാലം മുതലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്ന എല്ലാ പ്രതിസന്ധിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സഹായിയായി നിന്നിട്ടുള്ള ധീരനായ ശക്തനായ സഹാബിയാണ് മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു. പക്ഷെ മറ്റുള്ളവരെ അപേക്ഷിച്ച് തനിക്കൊരു മഹത്വമോ പ്രത്യേകതയോ ഉണ്ട് എന്ന തോന്നൽ അപകടമാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് സഅദ് റളിയല്ലാഹു അൻഹുവിനെ തിരുത്തി കൊടുക്കാൻ. ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ പ്രകടിപ്പിക്കുന്ന ബാഹ്യമായ പത്രാസുകൾക്കോ അല്ലെങ്കിൽ ചില പ്രകടനങ്ങൾക്കോ ഒന്നും അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ അംഗീകാരമൊന്നും ഇല്ല. സാധാരണക്കാരായി ജീവിക്കുന്ന മനുഷ്യർക്കാണ് റബ്ബിൻ്റെ അടുക്കൽ അംഗീകാരം. നമ്മുടെ പത്രാസ് കൊണ്ടൊന്നും റബ്ബിൻ്റെ അടുക്കൽ വലിയ സ്ഥാനം നേടാൻ കഴിയില്ല എന്നത് ഹദീസ് വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. അതിനോടൊപ്പം ഈ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നങ്ങളിൽ റബ്ബിൻ്റെ സഹായമുണ്ടാകുന്നത്, അവർക്ക് ലൗകികമായ വിഭവങ്ങൾ ആവശ്യാളവിൽ ലഭിക്കുന്നത് എല്ലാം ഈ സാധുക്കളെ നോക്കിയിട്ടാണ് അള്ളാഹു വിതരണം ചെയ്യുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. സാധുക്കളായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിതത്തിൽ കുറച്ചുകൂടെ മനസ്സുകൊണ്ട് തെളിച്ചമുണ്ടാകും. അവരുടെ പ്രകൃതം കുറച്ചുകൂടെ നേരെയായിരിക്കും. അള്ളാഹുവുമായി അടുക്കാനുള്ള ചില അടിസ്ഥാനപരമായ ഗുണങ്ങൾ അവരുടെ മനസ്സുകൾക്കുണ്ട്. മനസ്സിൻ്റെ ഗുണമാണ് ഒരു വ്യക്തിയെ മൂല്യമുള്ളവനാക്കി മാറ്റുന്നത് എന്നത് സാമാന്യേന നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. ഇവരുടെ മനസ്സുകൾക്ക് വക്രത കുറവായിരിക്കും. സാധാരണത്വം ഇവരുടെ പെരുമാറ്റങ്ങളിലുണ്ടാകും. അള്ളാഹുവുമായി കൂടുതൽ അടുത്ത ബന്ധവും ഇവർക്കുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അപ്പോൾ ഒരു സാധാരണക്കാരനായി അല്ലെങ്കിൽ സാമ്പത്തികമായ ചുറ്റുപാടില്ലാത്ത ഒരാളായി എന്നത് മാത്രമല്ല ഇവിടുത്തെ യോഗ്യത. ദീനിയായ ജീവിതവും ദീനിയായ നിഷ്ഠയുമൊക്കെ ഉള്ളവരാണ്. അതിനോടൊപ്പം ഒരു സാധാരണത്വം കൂടെ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് ഈ സമൂഹത്തിന് തന്നെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന്, സമൂഹത്തിന് തന്നെ ആവശ്യമായ ജീവിത വിഭവങ്ങൾ ലഭിക്കുന്നതിന് ഇവരുടെ ഈ സാധാരണത്വം കാരണമാകുമെന്ന് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും. നിങ്ങളുടെ ജാടകളും ബാഹ്യമായ പ്രവർത്തനങ്ങളും ഇതൊന്നും അല്ലാഹു തആല പരിഗണിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് അള്ളാഹു നോക്കുന്നത്. ആ ഹൃദയത്തിൻ്റെ വിശുദ്ധി, അതിൻ്റെ ശുദ്ധി, അത് ഉൾക്കൊള്ളുന്ന വിനയം, ആ വിനയമൊക്കെയാണ് റബ്ബിൻ്റെ അടുക്കൽ ഒരാൾക്ക് സ്വീകാര്യത ലഭിക്കാൻ അടിസ്ഥാനപരമായ
കാരണമായി പ്രവർത്തിക്കുന്നത് എന്ന് ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റൊന്ന്, ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമൂഹത്തിലെ സാധാരണക്കാരുടെ വില പറഞ്ഞു തരികയാണ്. എല്ലാ തട്ടിലുള്ള ജനങ്ങളെയും തമ്മിൽ കൂട്ടിച്ചേർക്കുക, മനസ്സുകൊണ്ട് ഒന്നായി കൂട്ടിച്ചേർക്കുക, ഇത് റസൂലിൻ്റെ നിയോഗ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ആരും ആരെയും അവഗണിക്കാൻ പാടില്ല. പരസ്പരം എല്ലാ വിഭാഗവും അടുത്ത വിഭാഗത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുകയും ആദരിക്കുകയും അവരെ ഉൾക്കൊള്ളുകയും ഹൃദയം കൊണ്ട് അവരോട് മതിപ്പ് പുലർത്തുകയും ചെയ്യുക എന്നുള്ളത് ഒരു സാമൂഹികമായ ചുറ്റുപാടിൽ അതിൻ്റെ ഭദ്രതയ്ക്ക് ആവശ്യമായൊരു ഘടകമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിലെ സാധാരണക്കാരുടെ മഹത്വം എന്താണെന്നും വില എന്താണെന്നും അള്ളാഹുവിൻ്റെ അടുക്കലുള്ള അവരുടെ അംഗീകാരം എന്താണെന്നും ഒക്കെ ഈ ഹദീസിലൂടെ വളരെ കൃത്യമായി നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. മറ്റൊരു വചനത്തിൽ നമുക്കിങ്ങനെ കാണാം, യുൻസറുൽ മുസ്ലിമൂന ബിദുആഇൽ മുസ്തദഅഫീൻ. ദുർബലരായി ഗണിക്കപ്പെടുന്ന, ബലഹീനരായി ഗണിക്കപ്പെടുന്ന സാധാരണക്കാരൻ്റെ ദുആ കൊണ്ടാണ് ഈ സമുദായത്തിന് റബ്ബിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായം ലഭിക്കുന്നത് എന്ന് ഒരു വചനത്തിൽ നമുക്കിങ്ങനെ കാണാം. ഇമാം അബൂ നുഐം റഹിമഹുല്ല ഉദ്ധരിക്കുന്നു. ഇബ്നു ബത്താൽ റഹിമഹുല്ല ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ദുഅഫാക്കൾ സാധാരണക്കാർക്കാണ് ഇഖ്ലാസ്, ദുആയിൽ ഇഖ്ലാസ് കൂടുതൽ എന്ന് ഈ ഹദീസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നുവെന്നാണ്. സാധാരണക്കാർക്ക്, ദുർബലരായ ജനങ്ങൾക്കാണ് ദുആയിൽ ആത്മാർത്ഥത കൂടുതൽ. അവരാണ് ആരാധനാ കർമ്മങ്ങളിൽ കൂടുതൽ വിനയം പുലർത്തുന്നത് എന്നും ഈ ഹദീസ് പഠിപ്പിക്കുന്നുണ്ട് എന്ന് മഹത്തുക്കൾ പറയുന്നു. ഏതായാലും സാധാരണയിൽ സാധാരണക്കാരായ ചില മനുഷ്യരുണ്ടാകും. അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്കുള്ള വില വളരെ വലുതാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് അവരോട് ഇടപെടേണ്ടത്.